ാണത്. നമ്മൾ നാട്ടുകാരടുത്തല്ല ജയിക്കേണ്ടത്, നമ്മളെ കുടുംബത്തിൻ്റെ അടുത്ത് ജയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടല്ലോ, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖൈറുക്കും ലി അഹ്ലി, ഭാര്യയോട് നല്ല രീതിയിൽ ഉള്ളവരാണ്. ഇത് പറയുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹു ഒക്കെ ഉണ്ട് അവിടെ. നബി തങ്ങളുടെ അമ്മോശന്മാരാണ് അവരൊക്കെ, അവരോട് കൂടിയാണ് പറയണത്. വേണമെങ്കിൽ സ്വന്തം മക്കളെ അഫ്സാനോടും ആയിഷാനോടൊക്കെ ചോദിച്ചു നോക്ക്, ഞാൻ അങ്ങനെ ഉണ്ട്. വാന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എൻ്റെ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കൂ, ഭാര്യമാരോട് ചൂടാവാറില്ല, ഒരിക്കൽ പോലും ഭാര്യയെ അടിച്ചിട്ടില്ല. എന്നെങ്കിലും നമ്മൾ ഭാര്യനെ അടിച്ചാൽ പിന്നെ ആ സർട്ടിഫിക്കറ്റ് കിട്ടൂല. മദീനയിൽ 50 കൊല്ലം ഇത്തികാഫിരുന്നാലും ആ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ. കണ്ടോ കണ്ടോ കണ്ടോ, വളരെ സോഫ്റ്റാണ് അവിടുത്തെ ഇടപെടലുകൾ. കാന അർഫഖന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മൾ പഠിക്കേണ്ടത്, ഒന്നാമത് പഠിക്കേണ്ടത് അവിടുത്തെ കുടുംബത്തിൽ നിന്ന്. എത്ര മനോഹരമായിരുന്നു ആ കുടുംബജീവിതം. ഗസാലി ഇമാം റഹിമഹുല്ലാഹ് പറയണ്ടല്ലോ, ഭാര്യയുമായി കളിതമാശകളിൽ ഏർപ്പെടൽ ഇസ്ലാമിൽ ഭർത്താവിന് സുന്നത്താണ്, കൂലിയാണ്. ഭാര്യയെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ പ്രതിഫലാർഹമായ കാര്യമാണ്. ആയിഷ ബീവി എന്ന ഭാര്യയെ സന്തോഷിപ്പിക്കാനാണ് ഓട്ട മത്സരം നടത്തുന്നത്. ആ ഓട്ട മത്സരത്തിൽ ആദ്യം ആയിഷ ബീവിയാണ് ജയിച്ചേക്കണത്. കുറേ കാലം കഴിഞ്ഞ് ആയിഷ ബീവിയുടെ ഇറച്ചിയൊക്കെ ഒന്ന് വീർത്ത് വന്ന് തടിച്ചു ഉഷാറായപ്പോൾ ഒന്നുകൂടി ഓട്ട മത്സരം നടത്തിയാലോ എന്ന വെല്ലുവിളി ആയിഷ ബീവി വേഗം ഏറ്റെടുത്തു. കാരണം അന്നത്തെ ജയം ഓർമ്മയുണ്ട്. അങ്ങനെ ആയിഷ ബീവി അന്ന് രണ്ടാമതായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ജയിച്ചത്. അന്ന് ആയിഷ ബീവിക്ക് വിഷമാവോ എന്നൊരാശങ്കയും തങ്ങൾക്കുണ്ട്. ആ ആശങ്ക അകറ്റാൻ വേണ്ടി തങ്ങൾ പറയുന്നുണ്ട്, മത്സരം ഇപ്പം സമനിലയാണ് എന്ന് പറഞ്ഞാൽ മോളല്ലേ അന്ന് ജയിച്ചിന്, ഞാൻ ഇന്ന് ജയിച്ചിന് എന്നല്ല പറയണതിൻ്റെ താല്പര്യം. അന്ന് ജയിച്ചത് മോളല്ലേ. പിന്നെ ഓട്ട മത്സരം നടത്തിയില്ല, കാരണം ട്രോഫി പങ്കിടുന്നതിൻ്റെ ഒരു സൗന്ദര്യം വേറെ തന്നെയാണ്. ഭാര്യ തോൽക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരു വിചാരമാണ് മുത്തുനബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് നമ്മൾ തോറ്റു കൊടുത്താൽ ജയിക്കുന്ന ഏക സ്ഥലം കുടുംബമാണ്. ഭാര്യയുടെ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കും തോറും നമ്മൾ ജയിക്കുക ചെയ്യുന്നത്. ശരി, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റി മോളെ, അത് നീ എന്നോട് പൊരുത്തപ്പെടണം എന്ന് നമ്മൾ ഭാര്യനോട് പറയുന്നത് ശരിക്കും നമ്മൾ വിജയിക്കുകയാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ആയിഷ ബീവിയാണ് ഇന്ന് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൽക്കരിക്കേണ്ടത്. അങ്ങനെ സൽക്കരിക്കേണ്ട ഒരു ദിവസത്തിൽ വേറൊരു ഭാര്യ അത്യാവശ്യം നല്ല രസമുള്ള പായസം മോഡലിലുള്ള ഒരു പലഹാരം കൊടുത്തയച്ചു. കൊണ്ടുവന്ന അടിമച്ചക്കൻ അവരെ കണ്ടപ്പോൾ ആയിഷ ബീവിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ കാര്യമായിട്ട് തങ്ങളെ സൽക്കരിക്കാൻ നിൽക്കുമ്പോൾ വേറെ അപ്പുറത്തുനിന്നൊക്കെ ഫുഡ് കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടൊരു വിഷമാവുമല്ലോ. ആ വിഷമത്തിൽ ആയിഷ ബീവി കൈ കൊണ്ട് ഒറ്റ തട്ട്, ആ തട്ടലിൽ പാത്രം വീണ് പൊട്ടി പായസം നിലത്ത് വീണു. ഉദാഹരണം. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്യുന്നറിയോ? 2 കാര്യമാണ് തങ്ങൾ ചെയ്തത്. ഒന്ന് ചെയ്തത്, അടിമച്ചക്കനോട് പറഞ്ഞു, ഗാറത്തു ഉമ്മക്കും, ഉമ്മ കുറച്ച് ചൂടിലാണ്, മോനൊന്ന് ഇടപെടണ്ട, ഉമ്മ കുറച്ച് ചൂടിലാണ്. 2 ഏഴാകാശവും കടന്ന് സിദറത്തുൽ മുന്തഹയും സ്വർഗവും സർവ്വതും കണ്ട് അള്ളാഹുവിനോട് സംസാരിച്ച് ഈ ലോകം മുഴുവൻ കീഴടക്കിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലത്തിരുന്നിട്ട് ഭാര്യ പൊട്ടിച്ച പാത്രം പൊറുക്കിയെടുക്കുന്നു. ഉസ്വത്തുൻ ഹസന. നമ്മളെ വീട്ടിലാണ് അങ്ങനെ നടന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഭാര്യ പൊറുക്കിയെടുക്കേണ്ടി വരും. എന്ത്? അവളുടെ 32 പല്ല് വേറെന്ത്? അപ്പോഴും നമ്മുടെ കയ്യിൽ കൗണ്ടർ ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം സ്വലാത്തിൽ നിന്ന്. അതാണ് സ്നേഹലോകത്തിൽ നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്യപ്പെടണം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. യഥാർത്ഥത്തിൽ എന്തിനായിരിക്കും ഈ അടിമച്ചക്കനോട് ഉമ്മ കുറച്ച് ചൂടില്ല എന്ന് പറഞ്ഞത്? ആയിഷ ബീവി ചൂടില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നോ? അല്ലെങ്കിൽ ഒരു കുറച്ച് ചൂടില്ല എന്നെങ്ങാനും വല്ല ഇഷാറത്തും കൊടുത്തുകൂടായിരുന്നോ? എന്തിനായിരിക്കും ഉമ്മ കുറച്ച് ചൂടില്ല എന്ന് പറഞ്ഞത്? മോനെ, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ് ആയിഷ ഉമ്മ, മോൻ്റെ അടക്കം ഉമ്മയാണ്, 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 ഉമ്മയാണ്. ആ ബോധ്യം ഉണ്ടാവണം. ഉമ്മഹാത്തുൽ മുഅ്മിനീന എന്ന ബോധ്യം വേണം. മോൻ അതിൽ ഇടപെട്ടാൽ കേസ് പൊള്ളും എന്നാണ് പറയുന്നതിൻ്റെ താല്പര്യം. ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, മോൻ്റെ അടക്കം ഉമ്മയാണ്. അവിടെ അതാണ് ആയിഷ ബീവി ചൂടില്ല എന്ന് പറയാതെ
ഉമ്മ കുറച്ച് ചൂടിലാണ് എന്ന ടേം യൂസ് ചെയ്യാനുള്ള കാരണമെന്ന് വ്യാഖ്യാതാക്കൾ ആഖ്യാനം ചെയ്യുന്നുണ്ട്. കണ്ടോ ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഉയർത്തിയ ശബ്ദം കുറച്ച് വലുതായിപ്പോയോ എന്നൊരു തോന്നലിൽ ഉപ്പ സിദ്ദീഖ് റളിയല്ലാഹുവിനെ അടിക്കാൻ വേണ്ടി ഓങ്ങിയപ്പോൾ നബി തങ്ങൾ മധ്യത്തിൽ നിന്ന് വേണ്ട സിദ്ദീഖ് റളിയല്ലാഹു പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഞാനാറ്റം തടഞ്ഞിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ്റെ അടി കിട്ടട്ടായിരുന്നു, ഞാൻ തടഞ്ഞോണ്ടല്ലേ എന്ന്. കേട്ടോ ആയിഷ ബീവി ചിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വേണമെങ്കിൽ അവിടെ നബി തങ്ങൾക്ക് നിന്റെ ഉപ്പാരടി കിട്ടിട്ടായിരുന്നു എന്ന് പറയാമായിരുന്നു. പക്ഷെ അത് ആയിഷ ബീവിനെ വേദനിപ്പിക്കലാവും. പുതിയാപ്പിള അമ്മോശനെ കുറ്റം പറയുമ്പോൾ ആദ്യം വേദനിക്കൽ ആ മോളായിരിക്കും. അത് വേണ്ട എന്നതുകൊണ്ടാണ് തങ്ങൾ ആ മനുഷ്യൻ എന്ന് പ്രത്യേകം പരാമർശിക്കണം. സിദ്ദീഖ് തങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല, നിന്റെ വാപ്പാന്നും പറഞ്ഞിട്ടില്ല. തങ്ങളുടെ പരാമർശത്തിലെ ശ്രദ്ധേയമായ സൂക്ഷ്മത നിങ്ങൾ നോക്കി. അപ്പോഴും ഭാര്യയെ സേഫ് സോണിൽ നിർത്തുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർബന്ധം. യാത്രയൊക്കെ പോകുമ്പോൾ തങ്ങളിങ്ങനെ നെറുക്കിടും ഏത് ഭാര്യനെയാണ് കൂട്ടേണ്ടത്. നല്ല യാത്രകളിലൊക്കെ ഭാര്യമാരെ കൂടെ കൂട്ടൽ സുന്നത്താ. ഹജ്ജ്, ഉംറ, ഖൈറായ മജ്ലിസുകൾ അങ്ങനെ. പക്ഷെ നമ്മൾ കൂട്ടൂല. എന്തുകൊണ്ട്? ഓളെ കൂട്ടിയ ഖുശൂ കിട്ടൂല എന്നാണ് പറയണത്. നിങ്ങൾക്കൊക്കെ അങ്ങനെ ആ കിട്ടുന്ന സാധനം ഞാൻ പോകുമ്പോൾ ഒന്ന് തരണം. എൻ്റെ വേഗിൽ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് ഒരാൾ ഒരു 50 ഗ്രാം ഖുശൂ തന്നാലേ അത്യാവശ്യം കിട്ടുമല്ലോ. നാട്ടിൽ കണ്ണൂരെത്തുമ്പോഴേക്ക് അല്ലേ. ഓവറാക്കരുത് കേട്ടോ, ഓവറാക്കരുത്. പുതിയ ആത്മീയത തുടങ്ങരുത്. കുടുംബജീവിതം ഇല്ലാത്ത ആത്മീയത ഒന്നും ഇസ്ലാമിലില്ല കേട്ടോ. നമ്മൾ പുതിയ ഒന്ന് തുടങ്ങരുത്. പച്ചയായ മതമാണ് നമ്മുടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. വീട്ടുജോലിയിൽ അടുക്കള പണിയിൽ സഹായിക്കുന്ന ഭാര്യമാർക്ക് ആടിനെ കറന്നു കൊടുക്കുന്ന, ബക്കറ്റ് ശരിയാക്കുന്ന, ചെരുപ്പ് ശരിയാക്കുന്ന, ഭാര്യമാർ കുടിച്ച ബാക്കി കുടിക്കുന്ന, ഭാര്യമാർ കഴിച്ചത് ബാക്കി കഴിക്കുന്ന, ഭാര്യമാരുടെ ശരീരത്തിൽ ചാരിയിരിക്കുന്ന സ്നേഹത്തിൻ്റെ ലോകം തീർത്ത ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് ഉസ്വത്തുൻ ഹസന നമ്മൾ പഠിക്കേണ്ടത്. ആയിഷ ബീവി പറയുന്നുണ്ട്, ഞാൻ മാംസ കഷ്ണം എടുത്ത് കടിച്ചാൽ എൻ്റെ ബാക്കി തങ്ങൾക്ക് വേണമെന്ന് മാത്രമല്ല, എൻ്റെ ആ പല്ല് ടച്ച് ചെയ്ത 4 പല്ല് ടച്ച് ചെയ്ത സ്പേസിൽ തന്നെ തങ്ങളെടുത്ത് കടിക്കുകയും ചെയ്യും. ഞാൻ ഒരു ഗ്ലാസ് പാല് കുടിച്ചാൽ അതിൻ്റെ ബാക്കി തങ്ങളെടുത്തിട്ട് ഗ്ലാസ് ഇങ്ങനെ കറക്കും. എന്നിട്ട് ആയിഷുവിൻ്റെ ചുണ്ടയുടെ ടച്ച് ചെയ്തേ നോക്കിയിട്ട് അവിടെ വെച്ച് കുടിക്കും. ലോകം കീഴടക്കിയ തങ്ങൾക്ക് വീട്ടിൽ പച്ചയായ ജീവിതമാണ്. കാളിയുടെ, പ്രിൻസിപ്പളിൻ്റെ, ഡയറക്ടറുടെ പോസ്റ്റും കോട്ടൊക്കെ വീട്ടിൽ കയറുമ്പോൾ എന്നെ അയച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുക, വീട്ടിൽ പച്ചയായ മനുഷ്യനായിട്ട് വീട്ടിൽ കയറും. ഒരു കളി കാണാൻ വേണ്ടിയിട്ട്, സ്വഹാബത്തിൻ്റെ പരിശീലനം കാണാൻ വേണ്ടിയിട്ട് ആയിഷ ബീവിക്ക് ഒരാഗ്രഹം. ആയിഷ ബീവിനെ കൂട്ടിയിട്ട് പോയി തങ്ങൾ. എന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് തങ്ങളിങ്ങനെ കൈ വെച്ചു കൊടുത്ത്. ഈ കൈയുടെ മേലെയാണ് ആയിഷ ബീവി ഇങ്ങനെ താടി വെച്ചിട്ട് കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ കണ്ടു കഴിഞ്ഞപ്പോൾ തങ്ങൾ ചോദിച്ച്, അമാ ഷബീത്തി, വയറ് നിറണോന്ന് വെച്ചാൽ മതിയോ എന്ന് ചോദിക്കണം. പോരാ കുറച്ചും കൂടി. ഫജാൽതു അഖൂലു ലാ ലാ ലാ, പോരാ കുറച്ചും കൂടി കാണണം. ഓക്കെ തങ്ങൾ തുടർന്നു. പിന്നെ ഞാൻ ചോദിക്കുന്നുണ്ട്, തങ്ങൾ ചോദിക്കുന്നുണ്ട്, ആയിഷ ബീവി വേണ്ട എനിക്ക് ഇനിയും കാണണം എന്നാ പറഞ്ഞു. കണ്ടോ നമ്മൾ അഥവാ ഭാര്യനേടം കൂട്ടിയിട്ട് പോയാൽ തന്നെ ഇപ്പം 10:30 മണീൻ്റെ അപ്പുറം കേട്ടോ. ഭയങ്കര ഇരുമ്പൊലൊക്കെ നിയമമാണ് നമ്മുടെ ഒക്കെ. അഥവാ മാളിലോ ബീച്ചിലായിട്ട് അഥവാ കൂട്ടിപ്പോയാൽ തന്നെ. അപ്പം ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് നാളെ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരെന്നെ ചിലപ്പം ചോദിക്കും, എന്താ ഇതുവരെ കല്യാണം കഴിച്ച് 16 കൊല്ലം കഴിഞ്ഞിട്ട് ഇതുവരെ ഇല്ലാത്തൊന്ന് നിങ്ങളെ തലക്കെന്താ തേങ്ങ വീണോ എന്ന് ചോദിച്ചാൽ എന്തേരം തന്നെ ചൂടാവരുത്. ഈ സ്നേഹലോകത്തിൻ്റെ ഒരു മാറ്റം നമ്മളിലൊക്കെ ഇനി ഉണ്ടാവാനാണ് ആദ്യത്തെ സെഷൻ തന്നെ ഉസ്വത്തുൻ ഹസനാക്കിയത് നമുക്കുണ്ടാവും. സഫിയ ബീവി റളിയല്ലാഹു അൻഹക്ക് ഒട്ടകത്തിൻ്റെ മേലെ കയറാൻ കഴിയുന്നില്ല. സഫിയ ബീവി കുറച്ച് നീളം കുറഞ്ഞ മഹദിയാണ്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താ ചെയ്തതെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. തങ്ങൾ കാലിങ്ങനെ നീട്ടിയിട്ട് പറഞ്ഞ് എൻ്റെ കാലിൻ്റെ മേലെ മോള് ചവിട്ടിക്കോളിയിരുന്നു, എന്നിട്ട് കയറുന്നു. സ്വർഗത്തിലേക്ക് ആദ്യം എടുത്തു വെക്കേണ്ട കാല് ഭാര്യൻ്റെ സ്റ്റെപ്പ് ലാഡർ, കോണിപ്പടി. ജാടയില്ലാത്ത നേതാവിൻ്റെ അനുയായികളായ നമുക്കെന്തിനാ ജാട? നമുക്കെന്തിനാ ഈ വിചാരം? നമ്മളെക്കുറിച്ച് ഭാര്യക്ക് അള്ളാഹിനോട് പലതും എതിരായിട്ട് പറയാനുണ്ടെങ്കിൽ നമ്മൾ തോറ്റുപോകും. ജയിക്കേണ്ടത് അവിടെയാണ്, അവിടെ ജയിക്കണം.
നമ്മുടെ ചില ഉസ്താദുമാരൊക്കെ ക്ലാസ്സിൽ പറയാറുണ്ട്, പല രാത്രികളിലും ഭാര്യയോട് അവർ പൊരുത്തപ്പെടിക്കാറുണ്ട്. അത്ര മുഷാവറ അംഗങ്ങളായ ചില മഹാന്മാരുടെ അനുഭവങ്ങളാണ് ഞാൻ പറയണത്. എന്തിനാ പൊരുത്തപ്പെടിക്കണത്? മോളെ, നിന്നോടുള്ള കടപ്പാടിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ മോളെ, ആഖിറത്തിൽ നീ എന്നെക്കുറിച്ച് എതിര് പറഞ്ഞേക്കല്ലേ. കേട്ടോ, തോൽക്കുന്ന ഒരു ഘട്ടം വരികയാണ് നമ്മൾ വിചാരിക്കരുത്, അത് ജയിക്കുകയാണ് ശരിക്കും. സഫിയ ബീവിയുടെ ഒട്ടകം കുറച്ച് സ്ലോ ആയിപ്പോയി. അപ്പോൾ സഫിയ ബീവി കരയാണ്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യേ എന്താ സഫിയ കരയണത്, എന്നിട്ട് തുടച്ചു കൊടുക്കുക, ഭാര്യൻ്റെ കണ്ണീരൊടച്ചു കൊടുക്കുക. പിന്നെയും കരയുമ്പോൾ തങ്ങളുടെ തട്ടം എടുത്തിട്ട് റിദ എന്ന് പറയുന്ന ആ വസ്ത്രം ഉണ്ടല്ലോ, അതെടുത്തിട്ട് തുടച്ചു കൊടുക്കുക. നമ്മളെങ്ങാനും ഈ ക്ലാസ്സിൻ്റെ ഒരു സ്പിരിറ്റിൽ അടുത്ത ആഴ്ച ഒരു ട്രിപ്പിന് പോകുമ്പോൾ കൂട്ടിന്ന് തന്നെ കരുത്. അങ്ങനെ പോകുമ്പോൾ കൂട്ടിയിട്ട് ഭാര്യ എങ്ങാനും ആലപ്പുഴ എത്തുന്ന സമയത്ത് ഛർദ്ദിച്ചു, എന്നിട്ട് അപ്പോൾ നമ്മളെന്താ പറയൽ? വരണ്ടെന്ന് 1000 വട്ടം പറഞ്ഞല്ലേ ശൈത്താന്, അൻസമാൻ്റെ ക്ലാസ് കേട്ടിട്ടല്ലേ ഛർദ്ദിക്കുക. ഇതെല്ലാം കണ്ടറിഞ്ഞിട്ടില്ലെങ്കിൽ കൊണ്ടറിയണം എന്നുള്ള പ്രോവർബ് ഉറക്കും. നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത് എന്ന് തോന്നരുത്, നിങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമുക്കൊന്ന് സൂക്കടുണ്ടാവരുത്. നമ്മൾ ഉസ്വത്തുൻ ഹസന എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതിന് ഭാര്യയോട് ഫസ്റ്റ്. സെക്കൻഡ് വൺ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മക്കളോട് എങ്ങനെ പെരുമാറിയതെന്ന്, കുട്ടികളോട് എങ്ങനെ പെരുമാറിയതെന്നും പഠിക്കണം. പൊതുവിൽ പുതിയ കാലത്തെ കുട്ടികൾക്ക് ഉപദേശം സ്വീകരിക്കാൻ മടിയാണ് എന്ന് പൊതുവിൽ പറയപ്പെടാറുണ്ട്. അതിനോട് പൂർണ്ണ അർത്ഥത്തിൽ യോജിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഉപദേശം സ്വീകരിക്കാത്തവരാണ് കുട്ടികൾ എന്ന് പറയുന്നത് എങ്ങനെ? ആര് പറഞ്ഞു അതൊക്കെ? ഒന്ന്, അവരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്ത് ശരിയാക്കാൻ നമുക്ക് കഴിയണം. തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ നീ അകറ്റി നിർത്തുകയല്ല വേണ്ടത്, അവരെ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കണം. അലിയുൽ ഖവാസ് റളിയല്ലാഹു എന്ന ഇമാം ഷഹറാനി റളിയല്ലാഹു ഉസ്താദ് പറയുന്നുണ്ട്, ഒരാൾക്കൊരു തെറ്റ് വന്നാൽ അയാളെ വേഗം നമ്മളെ സുഹൃത്താക്കിയിട്ട് ഫ്രണ്ട്ഷിപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടത്. കാരണം നമ്മൾ അവരുടെ സുഹൃത്താവുമ്പോൾ നമ്മുടെ ഉപദേശം വേഗം സ്വീകരിക്കും. ഇല്ലെങ്കിലോ ഒരു വെറുപ്പ് അവർക്ക് വരാൻ സാധ്യത. പിന്നെ മാത്രമല്ല, ഒരു തെറ്റുകാരെ നമ്മൾ നിന്ദിക്കാനും പാടില്ല. അതിനേക്കാൾ വലിയ തെറ്റ് നമ്മൾ ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നുള്ള പേടിയാണ് ശരിക്കും നമുക്ക് ഉണ്ടാവേണ്ടത്. അതും ഇമാം ഷഹറാനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ എന്തൊരു സ്നേഹമെന്ന് പറയുന്നത് തങ്ങൾക്ക്. മദീനയിലെ അൻസ്വാറുകൾക്ക് ഒരു പരാതി, നബിയെ നമ്മളെ ഈന്തപ്പന മരത്തിന് കല്ലെറിയുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ കൊണ്ടുവന്നപ്പോൾ ആ കുട്ടീനോട് ചോദിച്ച്, മോൻ ഈ ഈന്തപ്പന മരത്തിന് കല്ലെറിയാറുണ്ടോ? ആ ഉണ്ട്. എന്തിന്? കുട്ടികളല്ലേ, നിഷ്കളങ്കരായി ഉത്തരം പറയും. എന്തിനാ മോൻ കല്ലെറിയണത്? അത് ഈത്തപ്പഴം കിട്ടാൻ വേണ്ടിയിട്ട്. ലാ തർമിൻ നഖല, ഈന്തപ്പന മരത്തിന് മോന് കല്ലെറിയരുത് കേട്ടോ, അത് വലിയ പ്രശ്നമല്ലേ. വീണ ഈത്തപ്പഴമൊക്കെ ഈ കുട്ടി എടുത്തോട്ടല്ലേ, സമ്മതല്ലേ? വീണ് പോയ ഈത്തപ്പഴമൊക്കെ മോനെ എടുത്തോളി, കല്ലെറിയരുത്. എന്നിട്ട് ആ കുട്ടീനെ അടുത്ത് വിളിച്ച് തല തടവി ദ്വാരം കൊടുത്തിട്ട് വിടുകയാണ് തങ്ങൾ. ഇങ്ങനെ ഒരു ചരിത്രം മദീനയിൽ നടന്നിനെന്ന് ആരാ റിപ്പോർട്ട് ചെയ്യുന്നതെന്നറിയാം? ഈ സ്വഹാബി വലുതായിട്ട് പറയാ, ഞാൻ പണ്ട് ചെറുപ്പത്തിൽ മദർസി പഠിക്കുമ്പോൾ ഉസ്താദ് സദർ ഉസ്താദ് അങ്ങനെ ഒരു അനുഭവം പറയണ. കണ്ട എത്ര മനോഹരമായ ഒരു തെർബിയത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു രീതിയാണ് നോക്കുക. കുട്ടികളെ മടിയിലിരുത്തിയും കുട്ടികളെ തോളത്തിരുത്തിയും ഷോൾഡറിൽ കയറ്റിയും കളിപ്പിക്കുന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ കുട്ടികളെ ഇരുത്തുന്ന സ്വഭാവം ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. തങ്ങളാണ് അതൊക്കെ പഠിപ്പിച്ചെന്നത്. കുട്ടികളെ കൂടെ ഇരുത്തി ബിസ്മി ചൊല്ലാനും അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കാനും ആർത്തിയോടെ തിന്നാതിരിക്കാനും ഭക്ഷണത്തിൻ്റെ മര്യാദകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് തങ്ങളാണ്. ഇപ്പം ചില ആൾക്കാർ കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ ഇരുത്തൂല, വേണ്ട കുട്ടികൾ. ശരിക്കും ഇയാൾ ജനിക്കേണ്ട ജാഹിലിയ കാലഘട്ടത്തിലായിരുന്നു, മാറിപ്പോയതാണ് സംഭവം.
വൃത്തികേട് ചെയ്യരുത്. കുട്ടികൾക്ക് ഭക്ഷണത്തിൻ്റെ മര്യാദ പഠിപ്പിച്ചു കൊടുത്താൽ കുട്ടികൾ ഭാവിയിൽ നല്ല ഭാവിയുള്ളവരായി മാറുമെന്ന് റസാലി ഇമാം റഹിമഹുല്ലാഹി ഇഹ്യയിൽ പറയുന്നുണ്ട്. ഈ കുട്ടികളെ എങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ മര്യാദ പഠിപ്പിച്ചു കൊടുക്കൽ കൂടിയിരുത്തിയിട്ടല്ലേ? അതിൻ്റെ നല്ല പഠനം അല്ലാമ അംബാബിയുടെ റിയാദത്തു സുബിയാൻ എന്ന കിതാബിലുണ്ട്. ഞാൻ വിഷയം മാറുന്നില്ല, എൻ്റെ വിഷയം പാരൻറ്റിങ് അല്ല. അപ്പോൾ ഒരു ഉസ്വത്തുൻ ഹസന ഈ ടോപ്പിക്ക് പഠിച്ചു തീരുമ്പോൾ നമ്മളൊക്കെ ഒരു സോഫ്റ്റ്നെസ്സിൻ്റെ ആളാവണം എല്ലായിടത്തും. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തർക്കുൽ ഫുളൂലിൻ്റെ ആളാണ്. റസൂലുള്ളാഹിയിൽ നിന്ന് പഠിക്കേണ്ട രണ്ടാമത്തെ കാര്യം അതാണ്. എന്താണ് തർക്കുൽ ഫുളൂൽ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തങ്ങൾ ചെയ്യൂല, കാണൂല, കേൾക്കൂല, സംസാരിക്കൂല. ആവശ്യമില്ലാത്തൊന്നും അവിടുത്തെ കണ്ണിൽ നിന്ന് കാതിൽ നിന്ന് ഒന്നുമില്ല. തങ്ങൾ ഇഷ്ടപ്പെടുന്ന ആള് ആവശ്യമുള്ളത് മാത്രം ചെയ്യണം. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅ്നീഹി. ആവശ്യമില്ലാത്ത കാര്യത്തൊക്കെ മാറിയേക്കുമ്പോഴേ ഒരാൾ നല്ല മുഅ്മിനാവുള്ളൂ. നല്ല മുഅ്മിൻ. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ കണ്ണുകൊണ്ട് അനാവശ്യം കണ്ടാൽ ആ കണ്ണുകൊണ്ട് നല്ലത് കാണാനുള്ള തൗഫീഖ് നഷ്ടപ്പെടും. ഹറാമ് കാണുന്നവർക്ക് സ്വന്തം ഭാര്യയെ സുന്ദരിയായിട്ട് തോന്നൂല. എന്നിട്ട് ഓളോട് ചൂടായി കുറേ കാലം കഴിഞ്ഞ് അത് കുടുംബം തെറ്റി ആ ഭാര്യനെ തൊലാക്കല്ലി. ഇപ്പോൾ ഏതോ ഒരു കല്യാണത്തിന് പഴയ ഭാര്യനെ കണ്ടാൽ നല്ല സ്റ്റൈല് തോന്നും. കാരണം ഹലാലിലെ സുഖം ഡിലീറ്റഡ്, ഹറാമിൽ മാത്രമാണ് മൂപ്പർക്ക് സുഖം ഉണ്ടാവുക. അത് ഭയങ്കര അപകടമാണ്. പുതിയ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും കൂടിയാണത്. ഹറാമിൽ സുഖിച്ചുപോയി, അതാണ് പ്രശ്നം. ആവശ്യമില്ലാത്തത് നമ്മൾ കേട്ടാൽ, മ്യൂസിക്, ഹറാം, സിനിമ കേട്ടാൽ, ഗീബത്ത് കേട്ടാൽ, ആവശ്യമുള്ളത് കേട്ടിട്ട് ഫലം ചെയ്യാനുള്ളത് ഡിലീറ്റ് ആവും, വേഗം പോകും. പിന്നെ വഅളൊന്നും ഫലിക്കുന്നുണ്ടാവില്ല. ലൈസൽ ഇൽമു മഹ്ഫിദ്, കുറേ ഇൽമ കേൾക്കലല്ലോ, ബൈഹേട്ട് ചെയ്യലല്ലോ ഇൽമ്. വഇന്നമൽ ഇൽമു മാ നഫഅ, ഉപകാരമുള്ളതല്ലേ ഇൽമു എന്ന് പറഞ്ഞാൽ. ഉപകാരം വേണ്ട. കുറേ ടെക്സ്റ്റ് വിഴുങ്ങലാണോ? അല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഉപകാരം വേണ്ടേ? നല്ല ക്ലാസ് കേട്ടോ, പോരെ ഒന്നും കൂടി വിളിച്ചാലോ? അങ്ങനെ കുറെ കമന്റും ഫീഡ്ബാക്കും കൊണ്ട് എന്താ കാര്യം? ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പും പൂർത്തിയാവുമ്പോഴും എന്നിലെന്ത് എന്നാലോചിക്കുന്നിടത്തല്ലേ ഫലം ഉണ്ടാവുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ ആവശ്യമുള്ളത് പറയാനുള്ള ചാൻസ് മിസ്സാവും. ദിക്റല്ലാതെ ചാൻസ് ഇല്ല. അതാണ് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇബാദത്തിൽ രസം കിട്ടാത്തവർ മോനെ നീ ഉറപ്പിച്ചോളി, നീ ആവശ്യമില്ലാത്ത എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഗീബത്ത്, നമീമത്ത്, എന്തെങ്കിലും ഹറാമ് പറഞ്ഞിട്ടുണ്ടോ? അതായിരിക്കും നിനക്ക് ഇബാദത്തിന് രസം നഷ്ടപ്പെടാനുള്ള കാരണമെന്ന് സയ്യിദുന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നു. അതാണ് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅ്നി. ആവശ്യമില്ലാത്തൊന്നും തങ്ങളുടെ ലൈഫിൽ ഇല്ലേ ഇല്ല. തങ്ങൾക്കൊരു പേരെന്നുണ്ട്, ദിക്റുല്ലാഹ്. തങ്ങളുടെ ഒരു പേരാണ് ദിക്റുല്ലാഹ്. ആ പേരിനെ സൂചിപ്പിച്ചിട്ട് കൂടിയാണ് സൂറത്തു റഅദിലെ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹിനെ ഓർത്താൽ അയാളുടെ ഖൽബ് വേഗം നന്നാകും എന്ന് ഈ ആയത്തിന് ഒരു വ്യാഖ്യാനവും ഉണ്ട്. ഖാദി ഇയാദ് റഹിമഹുള്ളയുടെ അശ്ശിഫ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ ഈ വ്യാഖ്യാനം കൊണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദിക്റുല്ലാഹ് എന്ന പേര് വരാനുള്ള കാരണം? ദിക്ർ ഇല്ലാത്തൊരു ജീവിതം ഒരു സെക്കൻഡ് അവിടുത്തെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. ആ നേതാവിൻ്റെ അനുയായികൾ എങ്ങനെയാ ലാസ്റ്റ് സീൻ ടുഡേ 12:35 1:36 വാട്സപ്പ് ഇൻസ്റ്റയിൽ ആവുന്നത്? എങ്ങനെ അത് സംഭവിക്കുന്നു? ആ നേതാവിനോട് നമുക്ക് എന്ത് ബന്ധം ആണ് ഉള്ളത്? ഒരു മഹാൻ ഒരു വഴിയിലൂടെ പോവുകയാണ്. ഒരു കെട്ടിടത്തിൻ്റെ പണി നടക്കുന്നുണ്ട്, ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഈ പണി തുടങ്ങിയിട്ട് എത്രയായി, പൂർത്തിയായിട്ട് എത്രയായി എന്നൊരു ചോദ്യം ചോദിച്ചു. പരിസരവാസികൾ കൗണ്ട് ചെയ്തിട്ട് കാലം പറഞ്ഞു. വീട്ടിലെത്തിയിട്ട് ആ മഹാൻ ചിന്തിക്കുകയാണ്, ആ കെട്ടിടത്തിൻ്റെ പണി തുടങ്ങിയിട്ട് എത്ര കൊല്ലം ആയാലെന്ത്, ആയില്ലെങ്കിൽ എന്ത്, എനിക്കിപ്പോൾ എന്താ ആഖിറത്തിൽ അതിനെ കൊണ്ട് മെച്ചം? ആവശ്യമില്ലാത്ത കാര്യത്തിലല്ലേ ഞാൻ ഇടപെട്ടത്, വേണ്ടാത്ത കാര്യത്തിലാണല്ലോ ഇടപെട്ടത്, ശരിയായില്ലല്ലേ? സെൽഫ് ജഡ്ജ്മെന്റ്, സ്വന്തത്തോടൊരു സമരം ചെയ്യാൻ. സമരമാണല്ലോ ജീവിതം, അല്ലേ?
എന്നിട്ടൊരു പണിഷ്മെൻ്റ് കൊടുത്തു സ്വന്തം ശരീരത്തിൽ. എന്താ കൊടുത്തതെന്നറിയാം? ഒരു കൊല്ലം സുന്നത്ത് നോമ്പെടുക്കണം. ഫസ്വാമ, എടുത്തു, നോമ്പെടുത്തു. എന്തിന്? ചെയ്തത് ഹറാമും അല്ല കറാഹത്തും അല്ല. ഫിഖ്ഹിൻ്റെ ഇസ്തിലാഹാത്ത് പ്രകാരം ഖിലാഫുൽ ഔലയും അല്ലേ അല്ല. എന്നിട്ടും എന്തേ ഈ കെട്ടിടത്തിൻ്റെ പണി തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ചോദിച്ചത് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇനി മേലാൽ ഈ സൂക്കടിന് നിൽക്കരുത്. ഒരു കൊല്ലം സ്വന്തം ശരീരത്തിനെ കൊണ്ട് സുന്നത്ത് നോമ്പെടുപ്പിച്ചു. അൽ ജവാഹിറുൽ ലുഅ്ലുഇയ്യ ഫി ശർഹിൽ അർബഈൻ അൻ-നവവിയ്യ എന്ന ഗ്രന്ഥം ഈ ചരിത്രം കൊണ്ടുവരുന്നു. അതിന് നമ്മളിലേക്കൊരു സെൽഫി ഹൃദയത്തിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളോട് ചോദിക്കുക, ആവശ്യമുള്ളതിലാണോ ഞാൻ ഇടപെടുന്നത്? ഇനി അതും പൊന്മോൾ ഉസ്താദിനോട് ചോദിച്ചേക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം പാടെ പൊന്മോൾ ഉസ്താദിനോടും ചെറുശോൽ ഉസ്താദിനോടും ചോദിക്കുന്ന ഒരു കാലമാണ്. ഇസ്തഫ്തിലി നഫ്സിക, നീ നിന്നോട് തന്നെ വയ്ക്കുക, ഞാൻ ആവശ്യമുള്ള കാര്യത്തിലാണോ ഇടപെടുന്നത്? ഫോൺ എടുക്കുന്നത് എന്തിന്? സമയം എത്രയായി എന്ന് നോക്കാൻ. എന്നിട്ട് സമയം പോയത് അറിയാതെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ ഫോൺ വെക്കണത്. ബാക്കിയുള്ളവരുടെ സ്റ്റാറ്റസ് നോക്കുക, എൻ്റെ സ്റ്റാറ്റസ് ആരെല്ലാം നോക്കീന് നോക്കുക എന്ന ഒരാലോചനയിലാണ് നമ്മളുള്ളതെങ്കിൽ നമ്മൾ കുറച്ചുകൂടി മാറണം. നബിസ്നേഹം എന്ന് പറഞ്ഞാൽ ഐ ലവ് മുഹമ്മദ് എന്ന സ്റ്റാറ്റസ് വ്യത്യസ്ത കളറിൽ അപ്ഡേറ്റ് ചെയ്യലല്ല, തഖല്ലുക്കാണ് നബിസ്നേഹത്തിൻ്റെ കാമ്പും കാതലുമെന്ന് ജീലാനി തങ്ങൾ തൻ്റെ ഷർഹു സ്വലാത്തി സുഹറയിൽ എഴുതി വെക്കുന്നുണ്ട്. തഖല്ലുക്ക് എന്ന് പറഞ്ഞാൽ തങ്ങൾ ജീവിച്ച പോലെ ജീവിക്കാനുള്ള ഒരു ശ്രമം നമുക്കുണ്ടാവും. ഞാൻ എന്തിനാണ് അതെടുക്കുന്നത്? ഞാൻ എന്തിനാണ് ആ സാധനം വാങ്ങുന്നത്? കിൻഡർ ജോയ് എന്ന മിഠായി കുട്ടികൾക്ക് കൈ എത്തുന്നിടത്തേ മാളിൽ വെക്കുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങുക. എത്ര സാധനവും സ്വീറ്റ്സ്, ചോക്ലേറ്റ്, നട്ട്സ് എത്ര വാങ്ങിയാലും ബില്ലടിക്കുന്നിടത്ത് മാളുകളിൽ, ഷോപ്പുകളിൽ, സൂപ്പർ മാർക്കറ്റുകളിൽ ഇനിയും ചോക്ലേറ്റ് ഉണ്ടാവും. എന്തിന്? ഫാമിലി മൊത്തം തിരമാല കരക്കടിയുന്നത് അവിടെയായിരിക്കും. ഇനിയും വാങ്ങാൻ വേണ്ടി ആവശ്യമുള്ളത് മാത്രം വാങ്ങുക. ഗൾഫിൽ നിന്ന് വരുന്ന എല്ലാവരും അണ്ടിപ്പരിപ്പ് കൊണ്ടുവരുത്ത് മുഅക്കദായ സുന്നത്തൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊണ്ടുവരിക. ഉസ്താദിനൊരു കന്തൂർ അടിച്ചാലോ എന്നൊരു കന്തൂറ ഷോപ്പുകാരൻ ചോദിക്കുമ്പോൾ വെറുതെ കിട്ടണമല്ലേ എന്ന് വിചാരിച്ച് സ്വീകരിക്കൊന്നും വേണ്ട. ആവശ്യമുണ്ടെങ്കിൽ നിബന്ധനകൾ ഒത്തിട്ടുണ്ടെങ്കിൽ വാങ്ങുക. നിബന്ധനകൾ ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ തഹരീറുൽ മഖാൽ എന്ന കിതാബിൽ എഴുതി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഫിഖ്ഹിൻ്റെ ക്ലാസ് ഒന്നും അല്ലല്ലോ, അതിലേക്കൊന്നും ഞാൻ പോകണില്ല. ആവശ്യമുള്ളത് കിട്ടണമെല്ലാം വാങ്ങാമെന്നല്ല. അപ്പോൾ കൊണ്ടുവച്ച എല്ലാ ഫുഡ് ഐറ്റവും കഴിക്കണം എന്ന് വിചാരിക്കരുത്. ഇതെല്ലാം കഴിച്ചിട്ടും പുഡിംഗ് ഉണ്ടല്ലോ, അത് കഴിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്നൊന്നും കരുതണ്ട. ആവശ്യമുള്ളത് മാത്രം. അപ്പോൾ ഒരു സാധനം എടുത്ത് തിന്നുമ്പോൾ ആവശ്യമുള്ളത് മാത്രം. ഏറ്റവും ചുരുങ്ങിയത് ആ വീട്ടുകാരെ സന്തോഷിപ്പിക്കുക എന്നൊരാവശ്യമെങ്കിലും ഉണ്ടാവണം. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅ്നിഹി. അങ്ങനെ ചെറിയ ഉസ്താദിൻ്റെ ടിഷ്യൂ പേപ്പർ വലിക്കുന്ന അനുഭവം പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള 3 കാര്യങ്ങളുണ്ട്. ഹദീസാണ് പറയുന്നത്. ഇന്നല്ലാഹ കരിഹ ലക്കും. അള്ളാഹ് വെറുക്കുന്ന 3 കാര്യങ്ങൾ. 1, കസറത്തു സുആൽ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. അപ്പം ഞാൻ നാളെ ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കും, അരൂർ ഉണ്ടാവില്ല. ഇന്ന് രാത്രി മാവേലിക്ക് തിരിച്ചു പോകും, കൊല്ലത്തുനിന്ന് തിരിച്ചു പോകും. SSFൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടാവും. പക്ഷേ ഞാനിവിടെ അരൂര് നാളുണ്ട്. അപ്പോൾ നിങ്ങൾ ആരോ എന്നെ കണ്ടിട്ട് ഇന്നലെ പോയിരുന്നു. പിന്നെ ഇന്ന് ചെറിയൊരു ആവശ്യമുള്ളതുകൊണ്ട് വന്നതാണ്. അതിൻ്റെ അർത്ഥം ഇനി നിങ്ങൾ ബാക്കി ചോദിക്കേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ നമ്മൾ നിൽക്കണം. പക്ഷെ നമ്മൾ വിടൂല. എന്നാലും ചെറിയൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാം എന്നാലും ഒന്നും ഇല്ലാണ്ട് ഈ പരിപാടിയൊക്കെ നിർത്തി വെക്കണം. മഹബത്ത് എന്ന് പറഞ്ഞാൽ നെറ്റിക്കൊട്ടിക്കേണ്ട ഒരു സാധനമല്ല, ജീവിച്ച് കാണിക്കാനുള്ളതാണ്. തഖല്ലുക്കാണ്. ഹാഫിള് അലാ സുനനിൻ വ ആദാബിൻ അതത് മഗ്സൂറതൻ അൻ ഖൈരി മൻ ജാ മുർസൽ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുള്ള ലൈഫായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. വെറും സുന്നത്ത് നിസ്കരിക്കൽ മാത്രമല്ല സുന്നത്തുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കൽ. ഇപ്പോൾ ഒരു ഉസ്താദ് ഇവിടെ വഅലിന് വന്നത് ഉച്ചക്കത്തെ വന്ദേ ഭാരതിനാണ്. അപ്പോൾ കുറച്ച് നേരത്തെ എത്തുമല്ലോ. രാത്രിയാണ് വഅല്. റെസ്റ്റിന് വേണ്ടി റൂമിൽ കയറി. അപ്പോൾ നമ്മൾ കമ്മിറ്റിപ്പെട്ട ആൾ ഉസ്താദെ റെസ്റ്റിലാണോ? അതിൻ്റെ അർത്ഥം റെസ്റ്റ് എടുക്കാൻ വിടൂല എന്നാണ്.
ഈ സുഖക്കേടൊക്കെ നിർത്തിവെക്കുക. ആരുടെയും പേഴ്സണൽ വിഷയത്തിൽ ഇടപെടാതിരിക്കുക. ദ കൺസെപ്റ്റ് ഓഫ് പ്രൈവസി ഇൻ ഇസ്ലാം എന്നൊരു അധ്യായമുണ്ട് ഇസ്ലാമിൽ. അബ്ദുൽ ഫത്താഹ് അബൂദയുടെ മിൻ അദബിൽ ഇസ്ലാം എന്ന കിതാബ് വായിച്ചാൽ കുറേ കോണ്ടന്റ് നമുക്കതിൽ നിന്ന് കിട്ടും. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെടരുത്. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മൾ ഉണ്ടാവണം എന്നില്ല, ഉള്ളതിലൊക്കെ ഇടപെടണം എന്നും ഇല്ല. എല്ലാ വോയിസും കേൾക്കണമെന്നൊന്നുമില്ല. ആവശ്യമുള്ളത് മാത്രം ചെയ്യുക. രണ്ടാമത്തത് അള്ളാഹ്ക്ക് വളരെ വെറുപ്പുള്ളത് ഖീല വഖാൽ, കണ്ടതും കേട്ടതും പറയൽ. നാളെ ആലപ്പുഴ ജില്ലയിൽ സ്കൂൾ അവധി. അതിക്കിടന്ന് കിട്ടിയത് ഒരു ഗ്രൂപ്പ് കിട്ടിയത് ഫേക്കാണെന്ന് പറയുന്നുണ്ടല്ലോ, അതറിയില്ല. എന്തിനാ പിന്നെ ഫോർവേഡ് ചെയ്തത്? ഞാനായിരിക്കണം ആദ്യം പോസ്റ്റ് ചെയ്യേണ്ടത് എന്ന ഒരു പൊങ്ങച്ചത്തിൻ്റെ ചിന്തയിൽ നിന്നാണ് അത്തരം ദുസ്വഭാവങ്ങൾ നമുക്ക് വരുന്നത്. ചെയ്യരുത്. കിട്ടിയത് മുഴുവൻ ഷെയർ ചെയ്യുന്നത് കളവ് ആവാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഹദീസ് നമുക്ക് നൽകുന്ന പാഠമാണ്. കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടത് മുഴുവൻ പറയരുത്. ഇന്ന സ്വലാത്ത് എല്ലിയാൽ 48 ലക്ഷം സ്വലാത്ത് എല്ലിയ കൂലി. എനിക്കറിയോ, ഒരു ഗ്രൂപ്പ് കിട്ടിയതാണ്, അഥവാ ചെല്ലിയാന്നല്ലേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഉള്ളത് മാത്രം, ഒതൻറ്റിക് ആയത് മാത്രം പറയുക. മൂന്നാമത്തത് അള്ളാഹുവിന് വളരെ വെറുപ്പുള്ള കാര്യമാണ് ഇളാഅത്തുൽ മാൽ, സമ്പത്ത് നശിപ്പിക്കൽ. കാര്യമായിട്ട് മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, മുഅ്മിനീങ്ങൾ തമ്മിൽ ഒരൊറ്റ ശരീരം പോലെയാണ്. ശരീരത്തിൻ്റെ ഒരവയവത്തിന് പഴുപ്പോ മറ്റോ ഈ വിരലിന് ബാധിച്ചാൽ പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോഴേക്ക് അടിമുടി പനി ബാധിച്ചിട്ട് ഈ വിരലിനോട് ശരീരം അയാം വിറ്റിയു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഇതേപോലെ മുഅ്മിനീങ്ങൾ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് മദീനയിൽ നിന്ന് കാര്യമായിട്ട് തങ്ങൾ പറയണത്. എന്നിട്ട് മോള കല്യാണത്തിന് എൻഗേജ്മെൻറ്റിന് സ്നിക്കേഴ്സ് ഗാലക്സി കിറ്റ്കാറ്റിൻ്റെ കൂമ്പാരം. റഫയിലും ഗസയിലുള്ള മോമിനിങ്ങളോട് നമുക്ക് എന്താ ഐക്യദാർഢ്യം? എന്ത് വന്നു? ഈ ചോക്ലേറ്റൊക്കെ തിന്നാനും വിശപ്പ് മാറാനും അല്ല, ഒരു റീലും ഒരു വീഡിയോ ആക്കിയിട്ട് ഗ്രൂപ്പിൽ, ഫാമിലി ഗ്രൂപ്പിൽ 4 തിജ്ജും 3 ലൈക്കും ഒരു പൂവും കിട്ടാൻ വേണ്ടിയാണ്. വേറെ ടാർഗറ്റൊന്നുമില്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിച്ച ഒരു സദസ്സിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എത്തി. അവിടെ സുർമയുടെ കുപ്പി വെള്ളി കൊണ്ട് ഉണ്ടാക്കിയതായി കണ്ടു. അത് അനാവശ്യമാണല്ലോ. സുർമയുടെ കുപ്പി വെള്ളി കൊണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യം ഒരു നിലക്കും ഇല്ലല്ലോ. മഹാനവറുകൾ തിരിച്ചുപോയി. നമ്മുടെ വീട്ടിലെ സൽക്കാരത്തിന്, ഹൗസ് വാമിങ്ങിന്, വെഡ്ഡിംഗ് പ്രോഗ്രാമിന് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ എത്തിയാൽ എന്നൊരു സാങ്കല്പിക ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തൂ. സുന്നത്ത് ജമാഅത്ത് മെമ്പർഷിപ്പ് ക്യാമ്പയിനിലല്ല കാണിക്കേണ്ടത്, പിന്നെ സ്വന്തം വീട്ടിലെ കല്യാണത്തിലും ഹൗസ് വാമിങ് പ്രോഗ്രാമിലൊക്കെയാണ് സുന്നത്ത് ജമാഅത്ത് കാണിക്കേണ്ടത്. അവിടെ നമ്മൾ കാണിക്കണതൊക്കെ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി എന്ന ഹദീസ് നെഞ്ചേറ്റിയിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മളെ നേതാവ് ഒരു അനാവശ്യവും ചെയ്യാത്ത നേതാവാണ്, കേൾക്കാത്ത, അനാവശ്യം കാണാത്ത നേതാവാണ്. ആകയാൽ നമ്മുടെ ലൈഫ് സോഫ്റ്റ്നെസ്സിൻ്റെ, മിതത്വത്തിൻ്റെ ജീവിതമായിരിക്കണം എന്ന് സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.